നമ്മളൊന്ന് തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു ആട്ടിൻ തല സൂപ്പാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആട്ടിൻ തല നമ്മൾ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതൊന്ന് കല്ലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു മുഴുവൻ വെളുത്തുള്ളി, നാടൻ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ കല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പിടി കൂടുതൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി അതും കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പച്ചമുളക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുക്കറിലേക്ക് ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ തല ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, പിന്നെ വേണ്ടത് 4 ഏലക്കായ, 2-3 കഷ്ണം പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പു, ഒരു വഴനയില, 2 ജാതിപത്രി, അല്പം മല്ലിയില, അതൊരു 2 ടേബിൾ സ്പൂണോളം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മല്ലിയില, അല്പം കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ, വലിയ ജീരകം 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലി ചതച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ 4 വിസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് അല്പം ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അത് ഈ സൂപ്പിലേക്ക് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ആട്ടിൻ തല കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക്